ഞാൻ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ ഈ പൊന്മാന്റെ ഒരു ടീച്ചർ നമുക്ക് ഉണ്ട് കയ്യില്. അപ്പൊ അതിനടിയിലുള്ള കമന്റ്സിലെല്ലാം ബേസിലിന്റെ എത്ര പടങ്ങൾ എന്നുള്ളതാണ് കമന്റ് അല്ലെ. ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചാണോ അതോ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാമോ ഇങ്ങനെ മാരത്തണായി പടങ്ങൾ വരുന്നുണ്ടെന്ന്? എന്താണ് ശരിക്കും സീക്രട്ട്? കമ്മിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ മാരത്തണായിട്ട് ഇതെല്ലാം ഇങ്ങനെ വരും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഇത് ആക്ച്വലി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഇരുന്നതാണ്. അത് ഒരു കഴിഞ്ഞ വർഷം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ തൊട്ട് അതിൻ്റെ വർക്ക് തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് കമ്മിറ്റ് ചെയ്ത് വെച്ച സിനിമകൾ പറയുന്ന ജയ സമയത്ത് തൊട്ട് കമ്മിറ്റ് ചെയ്ത സിനിമകളാണ് ഇതൊക്കെ. ആ സിനിമകൾ എല്ലാം തീർക്കണം അതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം ബാക്ക് ടു ബാക്ക് ആയിട്ട് ചെയ്ത് തീർത്തതാണ്. അപ്പോൾ ഓഗസ്റ്റ് ആയപ്പോഴേക്കും എല്ലാം തീർന്നു. പക്ഷെ ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഡയറക്ഷൻ്റെ കാര്യം നടന്നില്ല, അത് വീണ്ടും ഡിലേ ആയി. അപ്പോൾ അത് ആക്ച്വലി അത് തുടങ്ങിയതുമില്ല. അവസാനം ഈ പറഞ്ഞ അഭിനയിച്ച സിനിമകളെല്ലാം ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഒരു സിനിമ കഴിയുമ്പോഴേക്കും അടുത്ത ആൾ വരും, നമ്മളുണ്ട്, അടുത്ത ആഴ്ച ഞങ്ങളുണ്ട് എന്നുള്ള അങ്ങനെ സംഭവിച്ചതാണ്. ഡയറക്റ്റ് ചെയ്യണ സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ സംഭവിച്ചതാണ് ആക്ച്വലി. പക്ഷെ എനിക്കൊന്ന് ഈ ബാക്ക് ടു ബാക്ക് റിലീസിനേക്കാൾ ഇവർ എല്ലാ പടങ്ങളും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അല്ലെ ആളുകൾ പെട്ടെന്ന് ചിന്തിക്കാൻ കാരണം. അപ്പൊ അതിനകത്ത് തന്നെ ഇപ്പൊ പലരും ഓൺലൈനിൽ പലരും ഉപദേശമൊക്കെ തരുന്നുണ്ട് ബേസിൽ, അതായത് ബേസിൽ ഒരു ബ്രേക്ക് എടുക്കേണ്ട സമയമായി ഇതൊക്കെ കേൾക്കാറുണ്ട്. എന്നാൽ പൊതുവെ എങ്ങനെയാണ് ഈ ഓൺലൈനിൽ എങ്ങനെ ഇന്ററാക്ട്? അല്ല, ഓൺലൈനിൽ നല്ലതാണ്, നമുക്കറിയാലോ, അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. എല്ലാ സിനിമയും ബാക്ക് ടു ബാക്ക് വരുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത് എല്ലാവരേക്കാളും കൂടുതൽ ആഗ്രഹമുള്ളത് എനിക്കാണ്. അത് എന്നെ ഭയങ്കരമായിട്ട് ഡെസ്പറേറ്റ് ആക്കുന്നുണ്ട്. പല കാര്യത്തിലും എനിക്കതിൽ കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഈ പറയുന്ന ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ, അത് എൻ്റെ കാരണം കൊണ്ടല്ല അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഈ പറയുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശിച്ച സിനിമകളൊക്കെ ഇച്ചിരി വലുതും അതിൻ്റെയൊക്കെ ആസ്പിറേഷൻസ് ഒക്കെ വലുതാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൺട്രോളിലല്ലാത്ത രീതിയിൽ അത് നീണ്ടുപോവുകയും നമ്മൾ ഒരു എല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ പോലും പലതും നീണ്ടുപോകാൻ